ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണമായത് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ വളരെ റാൻഡം ആയിട്ട് ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കോട്ട് അല്ലെങ്കിൽ ആ ഒരു എഴുത്ത് വളരെയധികം ഇംപ്രസ്ഡ് ആയതിനു ശേഷമാണ് ഈ ടോപ്പിക്ക് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ കോട്ട് ഇങ്ങനെയാണ്: പ്രയാസം നിറഞ്ഞ നിങ്ങളുടെ ജോലി തൊഴിൽ രഹിതൻ്റെ സ്വപ്നമാണ്. ശല്യപ്പെടുത്തുന്ന നിങ്ങളുടെ മക്കൾ കുട്ടികളില്ലാത്തവരുടെ സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു വീട് വീടില്ലാത്തവൻ്റെ സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു സമ്പാദ്യം കടം നിറഞ്ഞവൻ്റെ സ്വപ്നമാണ്. നിങ്ങളുടെ ആരോഗ്യം രോഗികളുടെ സ്വപ്നമാണ്. ആൻഡ് ഫൈനലി നിങ്ങളുടെ പുഞ്ചിരി വിഷമിക്കുന്നവൻ്റെ സ്വപ്നമാണ്. വളരെ തോട്ട്ഫുള്ളായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും മിഥ്യയായിട്ടുള്ള ഒരു ഇല്യൂഷൻ്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് സക്സസ്. സക്സസ് എന്ന് പറയുന്നത് വളരെയധികം റിലേറ്റീവാണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോകുമ്പോൾ സക്സസിൻ്റെ ഡെഫിനേഷൻ മാറും. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ സക്സസിൻ്റെ ഡെഫിനേഷൻ മാറും. സക്സസ് എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് സ്പാനിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ കുട്ടിയുടെ നമ്മൾ സക്സസ് എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി വീഴാതെ എഴുന്നേറ്റ് 2 സ്റ്റെപ്പ് നടക്കുന്നതിനെയാണ് സക്സസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ആ കുട്ടി സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ A+ വാങ്ങിക്കുന്നതും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നതും സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഇനി അതും കഴിഞ്ഞ് ഒരു ടീനേജൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറേണ്ട പ്രായമായി കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതും ഫസ്റ്റ് പേച്ചൊക്കെ കിട്ടുന്നതും സാലറി കിട്ടുന്നതുമായിരിക്കും സക്സസ് ആയി ഡിഫൈൻ ചെയ്യുക. അതും കഴിഞ്ഞ് ഒരു 30s-ലോ 40s-ലോ എത്തുന്ന സമയത്ത് സ്വന്തമായ ഒരു വീടും ഒരു കാറും സക്സസ് ആയി ഡിഫൈൻ ചെയ്യാം. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വെൻ യു ഗെറ്റ് ഇൻ ടു ഓൾഡ് ഏജ്, ആ സമയത്ത് സക്സസ് എന്ന് പറയുന്നത് വേദനയില്ലാതെ രാവിലെ എഴുന്നേക്കുക, ജോയിൻറ്റ് പെയിൻ ഇല്ലാതെ ആരോഗ്യകരമായി എല്ലാ ദിവസവും എഴുന്നേക്കാൻ പറ്റുക, വളരെ പീസ്ഫുള്ളായി ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയാണ് സക്സസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഒരാളുടെ ലൈഫ് സ്പാനിൽ തന്നെ അയാൾ ജനിച്ച് മരിക്കുന്നത് വരെ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇത്രയധികം ഡെഫിനേഷൻസും ഇത്രയധികം റിലേറ്റീവ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും? നമ്മൾ ബിലീവ് ചെയ്യുന്ന ഒരു സംഭവമാണ് സക്സസ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതാണ് ഇന്നത്തെ എൻ്റെ പോയിന്റ്. സക്സസ് എന്ന് പറയുന്നത് സൊസൈറ്റിയും ആളുകളും ചേർന്ന് മിഥ്യയായി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലൈഫിലൊരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഉണ്ടാക്കിയ ഒരു ഇല്യൂഷനാണ്. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഈ സക്സസിൻ്റെ മുകളിലാണ് കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുന്ന ഫാക്ട്. കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തിയാണ്. സംതൃപ്തി എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് സക്സസ് അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ. ഒരു സോഷ്യൽ കമ്പാരിസൺ സ്റ്റഡി പ്രകാരം എങ്ങനെയാണ് സൊസൈറ്റിയാണ് നമ്മളുടെ മുകളിലേക്ക് സക്സസ് എന്ന് പറയുന്ന മിഥ്യയായിട്ടുള്ള ഒരു ഇല്യൂഷൻ അടിച്ചേൽപ്പിക്കുന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഒരു മാജിക് ബട്ടൺ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മാജിക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടും. നിങ്ങളുടെ നൈബേഴ്സിന് എല്ലാവർക്കും 2 കോടി രൂപ കിട്ടും. ഇതാണ് ഓപ്ഷൻ നമ്പർ എ. ഇനി ഓപ്ഷൻ നമ്പർ ബി, ഒരു മാജിക് ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് 50 lakh rupees കിട്ടുള്ളൂ, പക്ഷേ നിങ്ങളുടെ നൈബേഴ്സിന് 25 lakhs കിട്ടുള്ളൂ. നിങ്ങളെക്കാട്ടിലും കുറവാണ് കിട്ടുക. ഇതുപോലത്തെ ഒരു സർവേ ആയിരക്കണക്കിന് ആളുകളോട് ചോദിച്ച് റിസൾട്ട് എടുത്തപ്പോൾ ഓപ്ഷൻ ബി ആണ് എല്ലാവരും ചൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടുതൽ പേർ ചൂസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് 50 lakhs ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1 crore. സ്റ്റിൽ നിങ്ങളുടെ നൈബേഴ്സിന് കിട്ടുന്ന എമൗണ്ട് നിങ്ങളെക്കാട്ടിലും കുറവായതുകൊണ്ട് നിങ്ങൾ അതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും ടാൻജിബിൾ ആയിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന മിഥ്യയായിട്ടൊരു ഇല്യൂഷനാണ്. നിങ്ങളുടെ കമ്പാരിസനെ ബേസ് ചെയ്ത്, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ ബേസ് ചെയ്ത് നിങ്ങളായി ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന ഒരു ഇല്യൂഷനാണ് സക്സസ്. കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ്. സംതൃപ്തി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗോളാണ്. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നമുക്കുള്ള സറൗണ്ടിങ്സ്, നമുക്കുള്ള കാര്യങ്ങൾ, നമുക്കുള്ള ഹെൽത്ത്, വെൽത്ത്, ഫാമിലി, കണക്ഷൻസ്, ഇതിലെല്ലാത്തിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും സന്തോഷവും സമാധാനവും കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ യു വിൽ ഫൈനലി റീച്ച് എ പോയിൻ്റ് ഓഫ് കണ്ടെയ്ൻമെൻറ്റ്. അതാണ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ബിക്കോസ് എവ്രി ടൈം യു ചേസ് ഫോർ സക്സസ്, ഡോപ്പമീൻ്റെ സർജ് ബ്രെയിനിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരെണ്ണം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് കയറണം, അടുത്ത സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കയറണം. എവ്രി ടൈം ആ ഡോപ്പമീൻ്റെ റഷിന് വേണ്ടി നിങ്ങൾ അതിൽ കൂടുതൽ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കണം.
ഇപ്പോൾ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉള്ള ആളെന്ന് വിചാരിച്ചോളൂ. ആ അഡിക്ഷൻ്റെ ഹാബിറ്റിൻ്റെ ബിഗിനിങ്ങിൽ അയാളെ അഡിക്റ്റഡ് ആക്കുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ അഡിക്ഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പിന്നീട് അയാൾക്ക് അഡിക്ഷൻ കിട്ടണമെങ്കിൽ ആ ഡ്രഗ് അല്ലെങ്കിൽ എന്ത് ഫോം ഓഫ് ആൽക്കഹോളോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ എടുത്താൽ മാത്രമേ പിന്നെ ആ ഡോപ്പമൈൻ സർജ് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് സക്സസ് എന്ന് പറയുന്ന ഡ്രഗും. നിങ്ങൾ അച്ചീവ് ചെയ്ത കാര്യം കിട്ടിക്കഴിഞ്ഞ് ഡോപ്പമൈൻ്റെ സർജ് കിട്ടിയതിന് ശേഷം പിന്നീട് വീണ്ടും നിങ്ങൾക്ക് സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് റിലേറ്റീവായി മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ കണ്ടൻമെൻറ്റ് എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ്റെയും സെറോട്ടോൺ ഹോർമോൺസിൻ്റെയും കളികളാണ്. നിങ്ങളുടെ ബ്രെയിനിലെ ഹാപ്പി ഹോർമോൺസാണ് ഓക്സിറ്റോസിനും സെറോട്ടോണിനും. നമ്മൾക്കുള്ള കാര്യങ്ങളിൽ, നമുക്കുള്ള ഹെൽത്തിൽ, വെൽത്തിൽ, നമ്മളുടെ കണക്ഷൻസിൽ നമ്മളൊരു സാറ്റിസ്ഫൈഡ് സ്റ്റേറ്റ്, ഒരു സംതൃപ്തി അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനകത്ത് ഓക്സിറ്റോസിനും സെറോട്ടോണിനും പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളൊരു ഹാപ്പി ആയിട്ടുള്ള സ്റ്റേറ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് സംതൃപ്തി. ഈ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള സന്ദർഭങ്ങളെയും ചുറ്റുമുള്ള സാഹചര്യങ്ങളിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കും. വളരെ സന്തോഷകരമായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയാൻ ചെയ്യും. I will come up with next video. Thanks for watching.